ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ നമ്മളുടെ ക്രാക്കേഴ്സ് പടക്കങ്ങൾ വന്നിട്ടുണ്ട്. എന്നും പോലെ നമ്മൾ ഈ ക്രാക്കേഴ്സ് എല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നത് അമ്മൻ ക്രാക്കേഴ്സ് എന്നാണ്. അപ്പം അത്യാവശ്യം കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ബുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല. എന്തായാലും ഈ വീഡിയോയും ഞാൻ താഴെ തന്നിരിക്കുന്ന കട്ട് ഇൻസ്റ്റാഗ്രാം പേജും ഡിസ്ക്രിപ്ഷനും ഒക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ. നമുക്ക് ദീപാവലിക്ക് അടിപൊളിയാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഇനി ദീപാവലിക്കാടാ നമുക്ക് ഇത്തിരി ലേറ്റായിപ്പോയി, അതുകൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ. ഇല്ലെങ്കിൽ അവർക്ക് വാങ്ങിക്കാമല്ലോ. ലാസ്റ്റ് ഇയറൊക്കെ അങ്ങനെ ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ ടിയ. ഇത് ഫുൾ വെറൈറ്റിയാണ്. അതുപോലെ തന്നെ നമ്മളിത് ശിവകാശിന്നാണ് കേട്ടോ, അമ്മൻ ക്രാക്കേഴ്സ് എന്നാണ് നമുക്കിത് വാങ്ങിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ലേറ്റായി പോയി, നമുക്കിനിപ്പോൾ ഓർഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് സേവ് ചെയ്ത് വെച്ചോളൂ, ദീപാവലിക്ക് നമുക്ക് പൊളിക്കാം അല്ലേ. മിട്ടു അമ്മ ഇവിടെ ഉണ്ട്. പാക്കിംഗ് എല്ലാം അടിപൊളിയാട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ തന്നെ എത്തിക്കാൻ പറ്റും. പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അല്ല ടിയ. മുറിച്ചെടുത്തോ. പാക്കിംഗ് ഒക്കെ സൂപ്പർബാട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ എത്തിക്കാനും എല്ലാം പറ്റും. സ്നീസ് ചെയ്തോ. ഞാനപ്പോൾ അവിടെ ഇൻസ്റ്റാ പേജൊക്കെ താഴെ കൊടുക്കാം. അപ്പം നമുക്കിനി അടുത്ത ദീപാവലി ആ സമയത്തൊക്കെ നമുക്കിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാം കേട്ടോ. എങ്ങനെ കട്ട് ചെയ്യാൻ അറിയാതിരിക്കുകയാണോ ഗൈസ്? നമ്മൾ ഇന്നലെ രാത്രിയാണ് ഊട്ടിയിൽ നിന്ന് ട്രിപ്പൊക്കെ കഴിഞ്ഞ് എത്തിയത്. ദൈവമേ, ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും, എങ്ങനെയാണ് അല്ലടാ, ഇങ്ങനെയാണോ എന്നൊരു ഡൗട്ട്. വെയിറ്റ്, നമുക്ക് റിബൺ കട്ട് ചെയ്ത് തുടങ്ങിയാലോ ടിയ. എന്തായിരിക്കും, എങ്ങനെയായിരിക്കും പടക്കം? പാക്കിംഗ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ, സൂപ്പറാണ് കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം മിസ്സായിപ്പോയി ഗൈസ്. നമുക്ക് പോട്ടെ, സാരില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ വിഷുവിൻ്റെ പടക്കങ്ങൾ. അയ്യോ, അമ്മൻ ക്രാക്കേഴ്സ് ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഓരോ വർഷവും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തപ്പോൾ സംഭവം, ഏതാപ്പോൾ എടുക്കട്ടിയ? എടാ ഫസ്റ്റ് അതെന്തോ ഒരു നയാഗ്ര ഫോൾസോ. ഇത് ഡാഡി വരണം. ദൈവമേ, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യട്ടെ. ഇവരുടെ കയ്യിൽ വെബ്സൈറ്റും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ സോ സോറി ഗൈസ്, ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെന്തായാലും ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ. ഇത് സോളാറിൻ്റെ ഒരു സാധനം കേട്ടോ. എവിടെ ഫുൾ വെറൈറ്റി ആണ്. കാരണം നമുക്ക് ഇവരുമായിട്ട് നല്ല ഒരു അടുപ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം അറിയുന്നതല്ലേ. അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ കിഡ്സ് എന്താ പറയുക, സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവർ അയച്ചു തരും. ഇത് 25 ഷോർട്സ് ആണ്. ഒറ്റ സെക്കൻഡ്. വെറൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് വെറൈറ്റി. ഞാനൊന്നും ഇതുപോലത്തെ സംഭവം ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. ഇതിപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് എന്താണ്, ടിൻറ്റോ 6-in-1 സാധന. ഇത് 6-in-1 സംഭവം ചെയ്യും. ഇത് ഇതുപോലെയൊക്കെ ആവുന്ന പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ച് ഇത് ഞാൻ വെക്കാം. ഇനി ഇത് എന്താണെന്ന് അറിയില്ല. ഇതൊരു ബോംബാണ്, സോളാർ എന്ന് പറഞ്ഞിട്ട്. ഇതും പുതിയ ഐറ്റാണ് തോന്നുന്നു. ഇതിൻ്റെ ഇവിടെയാണ് നമ്മൾക്ക് തീ കൊളുത്തേണ്ടത് കേട്ടോ. അപ്പോൾ ഓരോന്നായി ഓപ്പൺ ചെയ്യാം. ഇനി അടുത്തത് ഈ ഒരു സാധനം കേട്ടോ, പീകോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ പൊട്ടിക്കുന്നത് നമ്മൾ വേറൊരു വീഡിയോ ആക്കാം. പക്ഷേ നമ്മളിത് ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത് പാക്കിങ്ങോ എന്താണെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. പക്ഷെ ഡൗട്ടൊന്നും വേണ്ട, ഒരു മിനിറ്റ്, ഡൗട്ടൊന്നും വേണ്ട. എല്ലാം അടിപൊളി പാക്കിംഗ് ആട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം ഇപ്പം അൺബോക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇനി ഇതെല്ലാം ഇവിടെ പുറത്ത് തന്നെ വയ്ക്കാം, ഉള്ളിൽ വയ്ക്കേണ്ട. ഇനി അടുത്തത്, ദൈവമേ ഇതെന്താ സാധനം ടിയ? ലാംബയോ 5-in-1 സാധനം കേട്ടോ. ഇത് കളർ മാച്ചസ് ആണോ? ഇത് മത്താപ്പാണോ? വെറൈറ്റി ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ മത്താപ്പേട്ടനാണ്. ഇതേ അടിപൊളി. അപ്പോൾ ഇതവിടെ ഇരുന്നോട്ടെ. ഇനി അടുത്തത്, നമുക്ക് വീട്ടിൽ തന്നെ എവിടേക്കും ശിവകാശിക്കോ എവിടെയും പോവാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഈ സംഭവങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത്. ഇപ്പം ഇതിനുള്ളിൽ ഇത്രയും കേട്ടോ, കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കാം. കഴിഞ്ഞതൊക്കെ അങ്ങനെ താഴെ വെച്ചോട്ടോ. ഓക്കെ, എവിടെ ഇതിൻ്റെ ഈ യെസ് മെല്ലെ. ഇതും എല്ലാം ഷോർട്സ് ആട്ടോ. ഒരു ഐഡിയ ഇല്ല, ദൈവമേ ഗൈസ്. അപ്പം നമ്മൾ ഇത് നമ്മളുടെ ഐസ്ക്രീം ഫയർ വർക്ക് ഇപ്പോൾ തുറന്ന് കാണിച്ചു തരാണ്. ആദ്യമായിട്ടാട്ടോ ഇതുപോലെ ഒരു ഫയർ വർക്ക് നമ്മൾ കാണുന്നത്. കുൽഫിയൊക്കെയാണ് ഇത്. കയ്യിൽ പിടിച്ചിട്ട്
കൊളുത്തേണ്ടതാണോ മെല്ലെ എടുത്ത്. അയ്യോ, ഇനിയും ഇത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇവരുടെ കയ്യിൽ. ഇവിടെ നോക്കട്ടെ, ഇത് ഇങ്ങനെ ഒരു പടക്കാടാ അത്. കുൽഫി, ഇതിപ്പോൾ കയ്യിൽ പിടിച്ച് ചെയ്യാനുള്ളതായിരിക്കും വിചാരിക്കണു അല്ലേ അല്ലേ? ഇത് വരട്ടെ, പൊന്നിച്ചേച്ചിക്കൊക്കെ കാണിച്ചു കൊടുക്കാം. ഗൈസ്, ഇതൊരു വെറൈറ്റി സാധനം കാണിച്ചു തരാം. ഇതൊന്നും നമ്മളിവിടെ കിട്ടുമോയെന്ന് പോലും അറിയില്ല. ബബിൾസ് എന്ന് പറഞ്ഞിട്ടൊരു മാംഗോ സംഭവമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനിയൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ സാധനം ടിയ? ഒക്ടോപ്പസിൻ്റെ ട്രൈ കളർ. ഇവിടെ മാത്രം കട്ടേ. ഓക്കെ, അത് സിസ്റ്റർ ഇത് അവിടെ ഉണ്ട്. ഓ, വെറൈറ്റി എന്ന് പറഞ്ഞാൽ മക്കളെ, ശരിക്കും വെറൈറ്റി വേണമെങ്കിൽ ഇവിടെ നിന്ന്, അതായത് ശിവകാശി ആ ഭാഗത്തു നിന്നൊക്കെ പർച്ചേസ് ചെയ്യണം കേട്ടോ. അത് നമുക്ക് കമ്പാരിറ്റീവ്ലി ലോ കോസ്റ്റും തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റ്സൊക്കെ ഞാൻ അയച്ചു തരാം. നമുക്കിനി അടുത്ത ദീപാവലിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് എന്തപ്പോൾ സംഭവം? ഇവനെ ഒന്ന് എടുക്കട്ടെ. ഓ, പൂക്കൂറ്റിയാണ് ഗൈസ്. പുതിയ സ്റ്റൈലിലുള്ളൊരു പൂക്കൂറ്റിയാണ് കേട്ടോ ഇത്. പൂത്തിരി, ചില നാട്ടുകളിലൊക്കെ പൂത്തിരി എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അതും നമ്മളവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഈ ഒരു സാധനമാണ്. ഇത് എന്താണെന്നൊന്നും നമുക്കറിയില്ല. അതായത് മോളിൽ പോയി പൊട്ടുന്നൊരു അടിപൊളി സാധനം കേട്ടോ. ഇതുപോലെയാണ് അയ്യോ, താഴെ വീണോ? അതെ, ഇതുപോലെയാണ് കേട്ടോ പൊട്ടുന്നത്. കാണിച്ചു തരാം. ഇങ്ങനെയാണ് പൊട്ടുന്നത്. ഇനി അടുത്തത് എന്താ പറയുന്നത്, ദേ നമ്മുടെ താറാവ് കുട്ടൻ ചേട്ടൻ വന്നിട്ടുണ്ട്. ഇത് മൊത്തം കിഡ്സിൻ്റെ ആട്ടോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവരുടെ അടുത്ത് കസ്റ്റമൈസ് ചെയ്ത് അവർ തരുവേ. ഇതാണ് ഡെക്ക്. ഇത് നമുക്ക് ഓപ്പൺ ഒന്നും ആക്കാൻ പറ്റില്ല. ഇതിൻ്റെ എവിടെ അങ്ങനെ കൊളുത്തണ്ടേ? ഒരെണ്ണം കൊളുത്തിയാൽ മതിയോ? 3 എണ്ണം കൊളുത്തണം. അപ്പം ഡെക്ക് പോലെ വരുന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊരു സാധനമാണ് ഗോൾഡൻ ഡെക്ക് എന്ന് പറയണത്. ഇങ്ങനെ ഇരിക്കും. അടുത്തൊരു വെറൈറ്റി കാണിച്ചു തരാം ഗൈസ്. ട്രെയിൻ വരെ ഉണ്ട്. ഇത് കണ്ടോ, മെട്രോ ട്രെയിൻ വരെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ 3 എണ്ണത്തിൽ കൊളുത്തിയാൽ മതി. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുള്ളതാണ്, നമ്മുടെ പീകോക്കിൻ്റെ ഒരു ഇത്. പിന്നെ ദേ കുട്ടികളുടെ വെറൈറ്റി ഒരു സാധനം ഉണ്ട്. ദൈവമേ നോക്കിയേ, ഇങ്ങനെയാണ് ആവുന്നത്. നമ്മൾ സാധാരണ പാൻറ്റിയാണ് കണ്ടിട്ടുള്ളത്. ഇത് മേലോട്ട് പൊട്ടുന്ന വലിയൊരു സാധനമാണ്. നമുക്കിതിൽ ഏറ്റവും ഹാപ്പിനെസ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അവിടെ ഷോപ്പിലൊന്നും പോയി ഒന്നും പർച്ചേസ് ചെയ്യേണ്ട, വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്താൽ മതി. ഇത് നിമിഷാൻ്റെ എനിക്ക് തോന്നുന്നു 3 ഇയേഴ്സായി നമ്മളിത് പർച്ചേസ് ചെയ്യണം അല്ലേ ടിയ? പക്ഷേ ഇപ്രാവശ്യം ഇത്തിരി ലാഗായിപ്പോയി, നമുക്കിത്തിരി പോകാനും ഒക്കെ വൈകിപ്പോയി. ഇതെന്താടാ ഹോഴ്സ് പവർ? ഇതൊരു എന്ത് സാധന? അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതാ സിസ്റ്റർ അത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ സിസ്റ്റർ അടിയിൽ പൊന്നു ചേച്ചി തങ്കു ചേച്ചി വരണം, ഡാഡിയും. അല്ലാതെ ഒന്നും ഇത് ഒരു സാധനം പോലും നമുക്കിത് ഓപ്പൺ ആക്കാൻ പറ്റില്ല ഗൈസ്, കാരണം അത്രയും പ്രശ്നമാണ്. എൻ്റെ അമ്മ, ഇത് പൊന്നു ചേച്ചിൻ്റെയാ. എന്താ മനസ്സിലായോ? മൊത്തം മാലപ്പടക്കാണ്, അതുകൊണ്ട് അത് നമുക്ക് പറ്റുന്നതല്ല. അയ്യോ ഗൈസ്, ഇന്ന് വരെ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്ന് വരെ നോക്കട്ടെ, ഇന്ന് വരെ ഇതുപോലെ ഒരു പടക്കം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇത് ഒരു വെറൈറ്റീസ്, കൈ പിടിക്കാൻ പറ്റുന്ന ഒരു പടക്കമാണ് തോന്നുന്നു. എത്ര പറഞ്ഞിട്ടും അത് മതിയാവുന്നില്ല കേട്ടോ. അത് അത്ര മാത്രം. ഇതാ അടുത്ത് ഏതാ ബസ്സോ? നോക്കട്ടെ, എവിടെ നോക്കട്ടെ. ഓ, എനിക്കൊന്നും വയ്യ. ഇതുപോലെ എൻ്റെ പൊന്നെ തുറന്നേ, എൻ്റെ പൊന്നെ, എന്താ ഒരു പടക്കാന്നറിയോ? ഇത് നോക്കി, എനിക്ക് ഇതാണ് കേട്ടോ, എനിക്ക് ഐസ്ക്രീമാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇനി വെറൈറ്റി ഇത് പൂത്തിരിയാണ് തോന്നുന്നു. ഇത് നമ്മളുടെ ഫിഷ്. ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ കാണിച്ചിട്ടുള്ള അടിപൊളി ഒരു ഫിഷാണ്. വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ വെറൈറ്റി സാധനം. ഇതേതാ? ഇത് ബോംബ. പിന്നെ ഇത് അദ്ദിക്കുട്ടൻ്റെ വാളാ, അദ്ദിക്കുട്ടൻ്റെ വാളാണത്. പിന്നെ ഇത് സ്മോക്കാണ്. ഇത് നമ്മൾ എപ്പോഴും നോർമലി കാണുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് ആ സാധനം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി കൈ കഴുകിയിട്ട് വരും. അപ്പോൾ ഇതൊരു സാധനം വെറൈറ്റിയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണുള്ളത്. ഇതൊന്നും നമുക്ക് പൊട്ടിക്കാൻ ഇപ്പം പറ്റില്ല, കാരണം ഇതൊക്കെ ഡാഡി, തങ്കുച്ചേച്ചി, പൊന്നുചേച്ചി, സുമ്പപ്പ എല്ലാവരും കൂടെ വേണം. അപ്പോൾ എല്ലാം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അതെ, അപ്പോൾ ഇതൊന്നും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക്, കാരണം വെച്ചാൽ നമ്മളത്
ഇത്രയും ബൾക്കായി വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കമ്പിത്തിരി മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. കാരണം ഇതൊക്കെ കൂടി കൊണ്ടുവന്ന് നമുക്ക് കമ്പിത്തിരി വേണം ഇത് കൊളുത്താൻ. പിന്നെ ചാട്ടയുണ്ട്, അപ്പോൾ ചാട്ട കുറച്ച് കൊളുത്താം, പക്ഷെ എന്നാലും കുറച്ച് കമ്പിത്തിരി വേണം. നമുക്ക് ഇത്രയും പടക്കങ്ങളാണ്. അപ്പോൾ ഇതിപ്പോൾ ഏതാണ് ആദ്യം പൊട്ടിക്കേണ്ടതെന്ന് വേഗം കമൻറ്റ് ചെയ്തോളൂ. ഇനി ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ, കുറേ എണ്ണം നമ്മളൊന്നും പൊട്ടിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. നമുക്ക് ദീപാവലിക്ക് വീട്ടിൽ തന്നെ നമുക്ക് ശിവകാശിയുടെ പടക്കങ്ങളൊക്കെ എത്തിച്ചേരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് എങ്ങനെയുണ്ടെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ബൈ ബൈ.